ഹായ് ഗായ്സ്, ഇന്നത്തെ വ്ളോഗ് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വ്ളോഗാണ്. ഒരു അവാർഡ് മേടിക്കാൻ വേണ്ടിയിട്ട് ഡൽഹി വരെ പോവുകയാണ്. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ നമ്മുടെ ഷോർട്ട് ഫിലിമിന് സെക്കൻഡ് പ്രൈസ് അടിച്ചിരിക്കുകയാണ്. നിങ്ങൾ നേരത്തെ എൻ്റെ വ്ളോഗ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവാർഡ് സെറമണി ഇന്നാണ്. അപ്പോൾ ഇന്ന് എനിക്ക് സാരിയൊക്കെ ഡ്രീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഹേമയാണ്. അതുപോലെ എൻ്റെ ഹെയർ ചെയ്തിട്ടുണ്ടായിരുന്ന രാഹുലാണ്. അപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലുക്കായിരുന്നു കേട്ടോ എനിക്കിന്ന് ഇവർ രണ്ടുപേരും കൂടി തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ നേരെ ഒരു ഊബറൊക്കെ എടുത്തിട്ട് നേരെ NHRCയുടെ ഓഫീസിലേക്കാണ് പോയത്. അവിടെയാണ് അവാർഡ് ഫംഗ്ഷൻ നടക്കുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ നമ്മുടെ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് ബാക്കിയുള്ള ഒരുപാട് ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാൻ പറ്റി. എന്തായാലും ഭയങ്കര സന്തോഷമുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു ആ ഒരു അവാർഡ് സെറമണി എന്ന് പറയുന്നത്. അവിടെ നിന്ന് നമുക്ക് അമലാണ് നമുക്ക് വേണ്ടിയിട്ട് ആ ഒരു അവാർഡ് ഏറ്റുവാങ്ങിയത്. ഒരു സർട്ടിഫിക്കറ്റും ഇതും ഒരു ട്രോഫിയും ഒരു ചെക്കുമാണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അമലിൻ്റെ വക ഒരു സ്പീച്ചൊക്കെ ഉണ്ടായിരുന്നു. അമലാണ് ഇതിൻ്റെ ഡയറക്ടർ. അപ്പോൾ ശരിക്കും നമുക്ക് കിട്ടിയൊരു റെക്കഗ്നീഷനാണ് കേട്ടോ. കേരളത്തിന് കിട്ടിയൊരു റെക്കഗ്നീഷനാണ്. അവിടെ ഓരോ വ്യക്തികളും നമ്മളെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. എന്നെയും മോളെയൊക്കെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു. കാരണം എന്നെ കാണുമ്പോൾ ചോദിക്കുന്നു, മീൻ വയൽ ഷീൽ അഭിനയിച്ച ആളാണ് പൂമ്പാറ്റ എന്ന് പറയുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷവും റെക്കഗ്നീഷനും ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു. എന്തായാലും ഇനിയും ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽസ് ഇനിയും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും വേണമെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ബൈ ഓഗസ്റ്റ് ആണെന്ന് അവർ അനൗൺസ് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും അപ്ലൈ ചെയ്യണം. ഇതൊരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽസൊക്കെ പോകാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഇറ്റ് വിൽ ബി എ ഗുഡ് ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇറ്റ്സ് മീ പൂമ്പാറ്റ സൈനിങ് ഓഫ്. ലവ് യു ഓൾ. ഉമ്മ.